Hi dear students, Complex Numbers and Quadratic Equations എന്ന ചാപ്റ്ററിൻ്റെ 7ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ചാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. സപ്പോസ് 1/1 + i എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ 1/1 + i. ഈ ഒരു നമ്പറിൻ്റെ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ പറയുക? ഒന്ന് പറഞ്ഞു നോക്കൂ. വാട്ട് ഈസ് റിയൽ പാർട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ z? വാട്ട് ഈസ് റിയൽ z ആൻഡ് വാട്ട് ഈസ് ഇമാജിനറി z? റിയൽ പാർട്ട് 1/1 ഇമാജിനറി പാർട്ട് 1/1 ആണോ? അല്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങളൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പറയണമെങ്കിൽ നമ്മൾ അതിന് a+ib ഫോമിൽ എഴുതണം. a+ib ഫോമിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പറയാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് 1+i/2 എന്ന് പറയുന്ന ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിയൽ പാർട്ട് ഇതാണ് z എന്ന് വിചാരിച്ചോളൂ. z = 1+i/2. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് 1/2 ആണ്. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് അഗെയിൻ 1/2 ആണ്. കാരണം ഈ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, 1/2 + i/2 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. അതേസമയം ഈ ഫസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്ന ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് a+ib ഫോമിൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പറയാൻ സാധിക്കുകയില്ല. ഇതിനൊരിക്കലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫോമിൽ വരണം. a+b/c നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനൊരിക്കലും നമുക്ക് 2 ടേമാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. മാത്തമാറ്റിക്കലി അത് തെറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ചെയ്യുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ വിശദീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് കാണാം എന്ന് നോക്കാം. ഇത് 1/1 + i എന്നാണ്. ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും അറിയണമെങ്കിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈഡ് a+ib ഫോമിൽ എഴുതണം. അങ്ങനെ വരണമെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്, താഴെ കാണുന്നതിനാണ് ഡിനോമിനേറ്റർ എന്ന് പറയാം. ഡിനോമിനേറ്ററിൽ ഒരു റിയൽ നമ്പർ വരണം. റിയൽ നമ്പർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ, നമ്മൾ ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇവിടെ ഡിനോമിനേറ്റർ 1+i ആണ്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1/1 + i എന്നുള്ള ഈ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 1+i ആണ്. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് എന്താണ്? കോഞ്ചുഗേറ്റ് 1 - i കൊണ്ട് നമ്മൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും, അതേസമയം ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ് അല്ലേ? 1 - i ക്യാൻസൽ ആവും. ഇനി നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടും, 1 × 1 - i. അപ്പോൾ ന്യൂമറേറ്റർ 1 - i തന്നെ. ഡിനോമിനേറ്റർ എപ്പോഴും a+b × a - b എന്നുള്ള ഫോമിലായിരിക്കും. എന്താണ് a+b × a - b? നമ്മൾ പഠിച്ചല്ലോ, a² - b² അല്ലേ? a² - b². അങ്ങനെ വരുമ്പോൾ ഇത് 1 - i / 1. ഇത് -i² ആയതുകൊണ്ട് 1 + 1 എന്നായിട്ട് മാറും. സോ ദ ആൻസർ ബിക്കം 1 - i/2 എന്നായിട്ട് മാറും. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/2 - i/2 എന്ന് എഴുതാം. അവിടെ റിയൽ പാർട്ട് ഹാഫ് ആണ്, ഇമാജിനറി പാർട്ട് -½ എന്ന് എഴുതാൻ സാധിക്കും. ഇങ്ങനെയാണ് ഈ ഒരു കോംപ്ലക്സ് നമ്പറിനെ മറ്റൊരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിളും കൂടെ ഇവിടെ വിശദീകരിക്കാം. സപ്പോസ് z = 2 + 3i / 1 - i. ആണോ? ഈ കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 2 + 3i / 1 - i ഇവിടെ ഓൾറെഡി ഉള്ള നമ്പറാണ്. ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - i ആണ്. 1 - iയുടെ കോഞ്ചുഗേറ്റ് 1 + i അല്ലേ? മൾട്ടിപ്ലൈ ചെയ്തു, 1 + i കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴത് ബാലൻസ് റെഡി ആവുകയുള്ളൂ. കണ്ടോ? ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ ചെയ്യും. എങ്ങനെ ചെയ്യും? ഇതാ 2 × 1 2 × i + 2i 3i × 1 +3i ലാസ്റ്റ് +3i² എന്ന് ലഭിക്കും അല്ലേ? 3i² ഡിവൈഡഡ് ബൈ താഴെ എപ്പോഴും a - b × a+b a² - b² എന്നായിരിക്കും. സോ ദ ആൻസർ ബിക്കംസ് ഈ 2 ഈ -3 എന്തായിട്ട് മാറും? -1. ഇത് -3 ആണ് ആക്ച്വലി. ഇത് +5i എന്നായിട്ട് മാറും. 5i
ഡിവൈഡഡ് ബൈ ഇത് 1 പ്ലസ് 1 എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ ആൻസർ -1 പ്ലസ് 5i ഡിവൈഡഡ് ബൈ 2 എന്ന ആൻസർ കിട്ടും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. റിയൽ പാർട്ട് ചോദിക്കുമ്പോൾ -1/2 എന്നും ഇമാജിനറി പാർട്ട് ചോദിക്കുമ്പോൾ നമുക്ക് 5/2 എന്നും ആൻസർ പറയാൻ സാധിക്കും. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ മറ്റൊരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഡിനോമിനേറ്റർ, ഇതാണ് ഡിനോമിനേറ്റർ കേട്ടോ, ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ സാധാരണ കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് a+ib ഫോമിൽ ആൻസർ എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. ഈ സ്ക്രീന് ആരും എഴുതിയെടുക്കേണ്ടതില്ല. ആദ്യം ഹെഡിങ് എഴുതുന്നു, ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, റൈറ്റ്. ടു ഫൈൻഡ് a+ib by c+id we multiply and divide with the conjugate of denominator and write the answer in a+ib form. ഇത്രയും എഴുതിയതിൻ്റെ ശേഷം ഒരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ ഓക്കെ, എഴുതിക്കോളൂ. 1 + i ഡിവൈഡഡ് ബൈ 2 + 3i. ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ ചെയ്യാം, 1 + i ഡിവൈഡഡ് ബൈ 2 + 3i. ഇത് നമ്മുടെ ചോദ്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. ഏതാ കോഞ്ചുഗേറ്റ്? യെസ്, 2 - 3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബാലൻസ് റെഡി ആവാൻ വേണ്ടിയിട്ട് 2 - 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് 2 - 3i മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. So this is equal to സാധാരണ മൾട്ടിപ്ലിക്കേഷൻ 1 × 2 2 1 × -3i പ്ലസ് 2i. കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. ലാസ്റ്റത് -3 ആണ് അല്ലേ, -3i² എന്നാണ്. ഡിവൈഡഡ് ബൈ a² - b², a² - b², a+b × a - b ഫുൾ ടൈം അങ്ങനെ ആയിരിക്കും, കാരണം കോഞ്ചുഗേറ്റ് അല്ലേ. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം, ഈ 2ൻ്റെ കൂടെ നമ്മൾ +3 എഴുതും. 2 + 3, ഇത് i² എന്ന് പറഞ്ഞാൽ -1 ആണല്ലോ, അപ്പോൾ ഇത് +3i. ഇത് രണ്ടും അടുത്തടുത്ത് എഴുതി. അടുത്തത് നോക്കൂ, അടുത്തത് -3i + 2i -i എന്നാണ് കിട്ടുക. ഡിവൈഡ് ബൈ താഴെ 4, ഇത് 3i², 3ൻ്റെ സ്ക്വയർ 9 ആണ്, പക്ഷേ ഇവിടെ -1 വരും, അപ്പോൾ 4 + 9 എന്നായിരിക്കും. ക്ലിയർ? സോ ദ ആൻസർ ഈസ് 5 - i ഡിവൈഡഡ് ബൈ 13 എന്ന ആൻസർ കിട്ടും. സോ ഇതിൻ്റെ റിയൽ പാർട്ട് 5/13, ഇമാജിനറി പാർട്ട് -1/13. സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാവുന്നതാണ്, നിർബന്ധമില്ല. റിയൽ പാർട്ട് ചോദിച്ചാൽ 5/13 എന്ന് പറയണം, ഇമാജിനറി പാർട്ട് ചോദിച്ചാൽ -1/13. ഇങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഇത് എഴുതിയെടുക്കുക, എക്സാമ്പിളും എഴുതിയെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, z1 = 3 + 4i, z2 = 1 + 2i. ഫൈൻഡ് z1/z2 ആൻഡ് z2/z1. നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം z1/z2 ആണ് ഞാൻ എഴുതുന്നത്. z1 ഡിവൈഡഡ് ബൈ z2 ഈക്വൽസ്, പറയൂ ആൻസർ, 3 + 4i ഡിവൈഡഡ് ബൈ 1 + 2i അല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് നമുക്കറിയാം. 3 + 4i ഇവിടെ ഓൾറെഡി ഉണ്ട്, ബ്രാക്കറ്റ് കൊടുത്തു. 1 + 2i, ഇത് രണ്ടും ക്വസ്റ്റ്യനിലുള്ളതാണ്. 1 + 2iൻ്റെ കോഞ്ചുഗേറ്റ് 1 - 2i ഡിവൈഡഡ് ബൈ 1 - 2i. ഇപ്പോഴാണ് ബാലൻസ്ഡ് ആയത് അല്ലേ, രണ്ടും വെട്ടിപ്പോയല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് ദിസ് ഈസ് ഈക്വൽ ടു സാധാരണ മൾട്ടിപ്ലിക്കേഷൻ 3 × 1 3 × 1 യെസ് 3 3 × -2i -6i പ്ലസ് 4i. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലാസ്റ്റത് -8 ആണ് അല്ലേ, -8i² എന്ന് എഴുതണം. സ്റ്റെപ്പ് നിർബന്ധമായിട്ട് എഴുതണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് a+b × a - b എന്താണ്, a² - b². b എന്ന് പറഞ്ഞാൽ 2i ആണ് കേട്ടോ, a² - b². ദിസ് ഈസ് ഈക്വൽ ടു, ഈ 3യുടെ അടുത്ത് നമ്മൾ അത് എഴുതുന്നത് ഇതാണ്, +8 ആണ്. 3 + 8 ക്ലിയർ ആണല്ലോ. ഇത് -6ഉം +4 -2i ഡിവൈഡഡ് ബൈ 1. ഇത് +4 എന്നാണ് വരിക, -4 എന്നല്ല, +4. 2ൻ്റെ സ്ക്വയർ 4, പക്ഷേ iയുടെ സ്ക്വയർ -1. സോ ദ ആൻസർ ഈസ് വാട്ട്, ഇങ്ങനെ എഴുതാം നമുക്ക്, 8 + 3 11 കിട്ടും അല്ലേ. 11 - 2i ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, നിർബന്ധമില്ല ഈ എഴുത്ത്. 11/5 - 2/5i എന്ന് വേണമെങ്കിൽ എഴുതാം. രണ്ട് ആൻസറും സെയിം ആണ്, ഇതും സെയിം ആണ്, ഇതും കറക്റ്റാണ്. ഇതാണ് z1/z2. നിങ്ങൾ എഴുതിക്കോളൂ, നമുക്ക് ഒരുമിച്ച് എഴുതാം കേട്ടോ. z1/z2 ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ z2/z1 ആണ് ചെയ്യുന്നത്. എഴുതിക്കോളൂ, കൂട്ടത്തിൽ എഴുതിക്കോളൂ. z2/z1 is equal to what? ആദ്യം z2 എഴുതുന്നു, 1 + 2i ഡിവൈഡഡ് ബൈ 3 + 4i. ക്ലിയർ? കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 +
2i ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4i. ഏതാ കോഞ്ചുഗേറ്റ്? ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഡിനോമിനേറ്റർ 3 പ്ലസ് 4i ആണ്. കോഞ്ചുഗേറ്റ് 3 മൈനസ് 4i. കോഞ്ചുഗേറ്റ് മറക്കരുത്. ഡിവൈഡഡ് ബൈ 3 മൈനസ് 4i. സാധാരണ കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 ഇൻറ്റു 3 യെസ് 3. 1 ഇൻറ്റു മൈനസ് 4i മൈനസ് 4i പ്ലസ് യെസ് പ്ലസ് 6i ലാസ്റ്റ് മൈനസ് 8 അല്ലേ മൈനസ് 8i സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ശരിയല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം 3 എഴുതി. ഇവിടെ ഇത് റിയൽ നമ്പറാണ്. 8i സ്ക്വയർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. അത് പ്ലസ് 8 എന്ന് എഴുതുന്നു. പിന്നെ ബാക്കിയുള്ളത് പ്ലസ് 6 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. പ്ലസ് 2 ആണ്. 2i ഡിവൈഡഡ് ബൈ 9 മൈനസ് ഇവിടെ 16 ഉണ്ടാവും. പക്ഷേ ഐ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആയി പ്ലസ് 16 എന്നായിട്ട് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 പ്ലസ് 2i ഡിവൈഡഡ് ബൈ 25 എന്ന ആൻസർ ലഭിക്കും. ഇതിൻ്റെ റിയൽ പാർട്ട് എന്താണ്? 11/25. ഇമാജിനറി പാർട്ട് 2/25. ദിസ് ഈസ് ഇനഫ്. ഇതാണ് Z2/Z1. വളരെ ഈസിയാണ്. കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ബാലൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തിനാ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? അപ്പോഴാണ് ഡിനോമിനേറ്ററിൽ ഒരു പ്യുവർലി റിയൽ നമ്പർ വരും. ഒരു നമ്പറും അതിൻ്റെ കോഞ്ചുഗേറ്റും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു പ്യുവർലി റിയൽ നമ്പർ ആയിരിക്കും. ഡിനോമിനേറ്ററിൽ ഒരു നമ്പർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. റൈറ്റ് -3 - 6i ഡിവൈഡ് ബൈ 3 - 9i ഇൻ a plus ib ഫോം. ഇത് ഡിവൈഡ് ചെയ്യാനുള്ള ചോദ്യമാണല്ലേ? അപ്പോൾ തുടങ്ങിക്കോളൂ, എഴുതിക്കോളൂ ആൻസർ. യെസ് -3 - 6i ഡിവൈഡഡ് ബൈ 3 - 9i ഈക്വൽസ് എങ്ങനെ എഴുതണം? യെസ് -3 - 6i ഇത് ക്വസ്റ്റ്യനിലുള്ള ഭാഗമാണ്. അതിൻ്റെ ഇത് ഡിവൈഡഡ് ബൈ 3 - 9i ഇതും ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ് അല്ലേ? കോഞ്ചുഗേറ്റ് 3 - 9iൻ്റെ കോഞ്ചുഗേറ്റ് എന്താണ്? 3 + 9i ഡിവൈഡഡ് ബൈ 3 + 9i. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി മൾട്ടിപ്ലിക്കേഷൻ -3 × 3 -9 -3 × 9 -27i -6 × 3 -18i ലാസ്റ്റ് മൈനസ് പ്ലസ് മൈനസ് ആണ് മൈനസ് 9 × 6 54 ആണല്ലേ? 54i സ്ക്വയർ എന്ന് എഴുതണം. ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ 9i ആണ് കേട്ടോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു -9. ഇനി എഴുതേണ്ടത് ഈ 54 ആണ്. അത് -54 ഉള്ളത് +54 എന്നായിട്ട് മാറും. ഇത് 27 18 27 35 45 -45i ഡിവൈഡഡ് ബൈ 3യുടെ സ്ക്വയർ 9 9ൻ്റെ സ്ക്വയർ 81. പക്ഷേ ഇവിടെ മൈനസ് ഉള്ളത് ഐയുടെ സ്ക്വയർ ഉള്ളത് കൊണ്ട് പ്ലസ് എന്നാവും +81 എന്നായിട്ട് മാറും. സോ ദ ഫൈനൽ ആൻസർ ഈസ് വാട്ട്? 54 - 9 എത്രയായിരിക്കും? 45 അല്ലേ? 45 - 45i ഡിവൈഡഡ് ബൈ 90 എന്ന് എഴുതാം. ഇനി ഇവിടെ 45 എല്ലാത്തിലും പ്രസൻ്റ് ആയതുകൊണ്ട് നമുക്ക് കോമൺ ഫാക്ടർ എടുക്കാം. 45നെ കോമൺ ആയിട്ട് എടുത്തു. പൊതുമുതലാണ് അല്ലേ? കോമൺ ഫാക്ടറാണ്. 45 × 1 - i ഡിവൈഡഡ് ബൈ 90 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് കോമൺ ഫാക്ടർ പൊതുമുതൽ അല്ലേ? പൊതുമുതൽ നശിപ്പിക്കാനുള്ളതല്ലേ? അപ്പം ഈ 45 ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് 2 എന്ന് എഴുതി. സോ ദ ഫൈനൽ ആൻസർ ഈസ് വാട്ട്? യെസ്, ദിസ് ഈസ് ഈക്വൽ ടു 1 - i ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഇതിൻ്റെ റിയൽ പാർട്ട് 1/2, ഇമാജിനറി പാർട്ട് -1/2 എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. -3 × 3 -9 -27 -18 -54i സ്ക്വയർ. i സ്ക്വയറിൻ്റെ പ്രസൻസ് കൊണ്ട് ഇത് +54i -9 ഇവിടെ ഉണ്ട്. ഇത് -27 ഇത് 45. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ 1 + √2i ഡിവൈഡ് ബൈ 1 - √2i. ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും അറിയണമെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യണം. അതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള മാർഗ്ഗമാണ് ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് നോക്കാം. 1 + ഇത് √2i എഴുതുമ്പോൾ i √2 എന്ന് എഴുതലാണ് എപ്പോഴും സേഫ്. കാരണം ഈ i ഒരിക്കലും റൂട്ടിൻ്റെ അകത്ത് എഴുതരുത്, i പുറത്തായിരിക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ അത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും. ഓക്കെ, 1 - i √2 രണ്ടും സെയിം ആണ്. ഈക്വൽസ്
എന്താ എഴുതേണ്ടത്? 1 പ്ലസ് ഐ റൂട്ട് 2 ബ്രാക്കറ്റ് കൊടുക്കുന്നു ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ റൂട്ട് 2 എന്ന് എഴുതി കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് എന്താ? ഡിനോമിനേറ്റർ 1 മൈനസ് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ 1 പ്ലസ് ഐ റൂട്ട് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ റൂട്ട് 2. ഇത് നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ഡയറക്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാം. 1 ഇൻറ്റു 1 ഇൻറ്റു ഐ റൂട്ട് 2 ഐ റൂട്ട് 2 ഇൻറ്റു 1 അഗെയിൻ ഐ റൂട്ട് 2 ലാസ്റ്റ് റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് മാറും. ഐ സ്ക്വയർ റൂട്ട് 2 എന്നായിട്ട് മാറും. ഐ സ്ക്വയർ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 എന്നാവും. അപ്പോൾ ഐ സ്ക്വയർ 2 എന്നാവും. ഡിവൈഡ് ബൈ എ മൈനസ് ബിൻ്റെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ റൂട്ട് 2 ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ദിസ് ഈസ് ഈക്വൽ ടു ഈ 1 ആദ്യം എഴുതി. ഇവിടെ ഐ സ്ക്വയർ ആയതുകൊണ്ട് മൈനസ് വരും. 1 മൈനസ് 2 എന്ന് അടുത്തടുത്ത് എഴുതി. ഇത് റൂട്ട് 2 ഐ അല്ലേ? ഒരു റൂട്ട് 2 ഐ അപ്പോൾ 2 റൂട്ട് 2 ഐ എന്ന് എഴുതാം അല്ലേ? 2 റൂട്ട് 2 ഐ ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. ഇവിടെ ഐ സ്ക്വയർ വന്നതുകൊണ്ട് പ്ലസ് ഐ, മൈനസ് ഉള്ളത് പ്ലസ് ഐ. റൂട്ട് 2ൻ്റെ സ്ക്വയർ 2 ആണ്. സോ ദ ആൻസർ ഈസ് 1 മൈനസ് 2 യെസ് മൈനസ് 1 പ്ലസ് 2 റൂട്ട് 2 ഐ ഡിവൈഡഡ് ബൈ 3 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇതിപ്പോൾ സെഡ് കിട്ടിയിട്ടുണ്ട് നമുക്കല്ലേ? ഈ കോംപ്ലക്സ് നമ്പർ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് സെഡ് എന്ന് പേര് കൊടുക്കാം. എന്താ ഇതിൻ്റെ റിയൽ പാർട്ട്? ഇപ്പോൾ സെഡ് എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിയൽ സെഡ് എന്ന് എഴുതാം. സെഡ് ഇസ് ഈക്വൽ ദിസ് വൺ. ഓക്കെ, അപ്പോൾ റിയൽ പാർട്ടാണ് ചോദ്യം. വാട്ട് ഈസ് റിയൽ പാർട്ട്? റിയൽ സെഡ് എന്ന് എഴുതാം. റിയൽ സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് 1/3 ആൻഡ് ഇമാജിനറി പാർട്ട് ചോദിച്ചാൽ എന്താണ് ഇമാജിനറി പാർട്ട്? 2 റൂട്ട് 2/3 എന്ന് എഴുതണം. 2 റൂട്ട് 2 ഡിവൈഡ് ബൈ 3. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതണമെങ്കിൽ എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതണം. എ പ്ലസ് ഐ ബി ഫോമിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇത് എ പ്ലസ് 5b ഫോമിലല്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിവിഷൻ പെർഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ. ഇത് നിങ്ങൾ ഡിവിഷനുള്ള ചോദ്യമാണ്. നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നോട്ട്ബുക്കിൻ്റെ ഇതേ സൈഡിൽ തന്നെ എഴുതുക കേട്ടോ. 36, 37 അതുപോലെ നിങ്ങൾ ചെയ്യുക. 2 മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ചെയ്യുക. അടുത്തത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പറാണ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞ സ്ഥലത്ത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അല്ലേ? എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ? ഏതൊരു കോംപ്ലക്സ് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 1/z ഉണ്ടായിരിക്കും. 1/zൻ്റെ പ്രത്യേകത ഈ സെഡും 1/z കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ ആൻസർ 1 ആയിരിക്കും. അതുപോലെ റിവേഴ്സിൽ ചെയ്താലും 1/zൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ z ആയിരിക്കും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 1 ആയിരിക്കും. ഈ 1/z പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: z ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z ഇൻവേഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് 1/z. മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇത് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരുന്നില്ല. കാരണം നമ്മൾ അന്ന് ഡിവിഷൻ പഠിക്കാത്തത് കൊണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിവിഷൻ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ സാധിക്കും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ഇവിടെ വിശദീകരിക്കാം. നോക്കൂ നിങ്ങൾ, z is equal to 3 - i4 എന്ന് ഞാൻ എടുക്കുന്നു. 3 - i4. ഇതിൻ്റെ ഇൻവേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഇൻവേഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് z ഇൻവേഴ്സ്. ഇത് വായിക്കുക, z ഇൻവേഴ്സ് എന്നാണ്. z ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? 1/z. റെസിപ്രോക്കൽ എടുത്താൽ മതി. 1/z എങ്ങനെ ചെയ്യും? യെസ്, 1/3 - i4 അല്ലെങ്കിൽ 4i. ഓക്കെ, ഈ 1 ചെയ്യാൻ നമ്മൾ ഇപ്പോഴാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിന് കോഞ്ചുഗേറ്റ് 3 + i4 ആണ്. ഡിവൈഡഡ് ബൈ 3 - i4 ഇൻറ്റു 3 + i4. ആരെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 3 + i4. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് 3 + i4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഇത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. സോ ദ ആൻസർ ഈസ് വാട്ട്? 3 + i4. ന്യൂമറേറ്റർ ഒന്നും ചെയ്യേണ്ട. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ a - bൻ്റെ a + b എന്ന് പറഞ്ഞാൽ a² - b². സോ ദ ആൻസർ ഈസ് വാട്ട്? 3 + i4 ഡിവൈഡഡ് ബൈ 9 + 16 എന്ന് വരും. 9 + 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + i4 ഡിവൈഡഡ് ബൈ 25 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ ചെയ്യാറുള്ളത്. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് 1/z. 1/z ചെയ്യുമ്പോൾ നമ്മൾ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആൻസർ a + ib ഫോമിൽ എഴുതുന്നു. ഇനി ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 3 - i4 എന്നുള്ള നമ്പർ കണ്ടില്ലേ? അതിന് നമ്മളിതിന് ഇൻവേഴ്സ്, ഇവിടെ ഇൻവേഴ്സ് കിട്ടിയിട്ടുണ്ട്. എന്താ? 3 + i4/25. 3 +
I4 ഡിവൈഡ് ബൈ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? Z. ഇത് 1/z ആണ്. ആൻസർ സ്വാഭാവികമായിട്ട് നമുക്ക് 1 എന്ന ആൻസർ കിട്ടിയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്താൽ 25 ആയിരിക്കും. അപ്പോൾ ആൻസർ 1 എന്ന് കിട്ടും. അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ആൻസർ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലാവും. ഇതിൻ്റെ ന്യൂമറേറ്റർ എപ്പോഴും കോൺജുഗേറ്റ് ആയിരിക്കും അല്ലേ, അതായത് Z ബാർ ആയിരിക്കും. താഴെ നിങ്ങൾ നോക്കൂ, താഴത്തെ നമ്പറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് Z ആണല്ലോ. ഈ Z ൽ നിന്ന് ഞാൻ മോഡ് Z എഴുതാമെന്ന് വിചാരിച്ചോളൂ. മോഡ് Z, വാട്ട് ഈസ് മോഡ് Z? യെസ്, റൂട്ട് ഓഫ് 3² പ്ലസ് A² പ്ലസ് B² എന്നല്ലേ പഠിച്ചത്. അപ്പോൾ റൂട്ട് 25 എന്ന് കിട്ടും. മോഡുലസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മോഡ് Z-ൻ്റെ സ്ക്വയർ കണ്ടാൽ എന്താ ആൻസർ? യെസ്, 25 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആ 25 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇൻവേഴ്സ് കാണാൻ നമ്മൾ Z ബാർ ഡിവൈഡ് ബൈ മോഡ് Z² ചെയ്താൽ മതി. ഇത് ആക്ച്വലി Z ബാർ ആണ്, ന്യൂമറേറ്റർ കോൺജുഗേറ്റ് ആണ്, ഡിവൈഡ് ബൈ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് Z-ൻ്റെ സ്ക്വയർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് Z ഇൻവേഴ്സ് കാണാൻ ഒരു ഫോർമുല കിട്ടിയിട്ടുണ്ട്. എന്താണ് Z ഇൻവേഴ്സ്? യെസ്, Z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു Z ബാർ ഡിവൈഡഡ് ബൈ മോഡ് Z² എന്നുള്ള ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ Z ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ട് രൂപത്തിൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നത് പോലെ 1/z എന്ന് എഴുതുന്നു, എന്നിട്ട് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ ആക്ച്വൽ പ്രൊസീജിയറിൽ ചെയ്യുന്നു. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഈ ഫോർമുല ബൈ ഹാർട്ട് ആക്കി കഴിഞ്ഞാൽ Z ബാർ ബൈ മോഡ് Z² ചെയ്താൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി എഴുതിക്കോളൂ. ഈ സ്ക്രീൻ എഴുതണ്ട, ഹെഡിങ് എഴുതുന്നു. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. റൈറ്റ്, ലെറ്റ് Z ഇവിടെ നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതണം. 0 ആവാൻ പാടില്ല. Z നോട്ട് ഈക്വൽ ടു 0 ബി എനി കോംപ്ലക്സ് നമ്പർ, ദെൻ ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് Z ഈസ് ഗിവൺ ബൈ Z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/z. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഫോർമുലയും കൂടി നിങ്ങൾ എഴുതി വെക്കുക. Z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു Z ബാർ ഡിവൈഡഡ് ബൈ മോഡ് Z². ഈ ഫോർമുല നിങ്ങളെല്ലാവരും എഴുതി വെക്കുക. എന്നിട്ട് അത് ബൈ ഹാർട്ട് ആക്കാൻ വേണ്ടി പ്രത്യേകം ഓർത്ത് വെക്കുക. ഈ രണ്ട് രൂപത്തിൽ നമ്മൾ Z ഇൻവേഴ്സ് ചെയ്യും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതുന്ന ഒരു പ്രോബ്ലം ആയിട്ട് എഴുതിക്കോളൂ. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി ഫോളോയിങ്. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി ഫോളോയിങ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ A. ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി ഫോളോയിങ്ങിൽ ക്വസ്റ്റ്യൻ നമ്പർ A. എല്ലാവരും എഴുതിക്കോളൂ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ A ആണ് നമ്മൾ എഴുതുന്നത്. Z is equal to 3 plus 4i. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Z is equal to 3 plus 4i. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് ചോദ്യം. അപ്പോൾ ഞാൻ രണ്ട് രൂപത്തിൽ ഇതിൻ്റെ ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഓക്കെ, എഴുതിയെടുക്കുമ്പോൾ രണ്ട് എഴുതിയെടുത്തോളൂ. പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ പഠിക്കാം. അപ്പോൾ Z ഇൻവേഴ്സ് കാണാൻ ഞാൻ രണ്ട് രൂപത്തിൽ. ആദ്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് Z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, അതിൻ്റെ ഡെഫിനിഷൻ 1/z എന്നാണ്. 1/z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 plus 4i. 1/, ചെയ്യാൻ നമ്മൾ പഠിച്ചു, കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിൻ്റെ കോൺജുഗേറ്റ് 3 minus 4i ഡിവൈഡഡ് ബൈ, താഴെ ഓൾറെഡി 3 plus 4i ഉണ്ട്, പിന്നീട് നമ്മൾ 3 minus 4i കൊണ്ട്, അപ്പോൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കോൺജുഗേറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിന് ആൻസർ നമുക്കറിയാം, ന്യൂമറേറ്റർ 3 minus 4i തന്നെ ആയിരിക്കും, ഡിവൈഡഡ് ബൈ താഴെ എന്ത് എഴുതും? A² minus B² അല്ലേ, 9 minus 4i² എന്ന് പറഞ്ഞാൽ 16. സോ ദ ആൻസർ ഈസ് 3 minus 4i ഡിവൈഡ് ബൈ 25. ഇതാണ് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇൻവേഴ്സ്. ഇനി ഞാൻ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കും? എന്താ ഡയറക്റ്റ് ഫോർമുല? യെസ്, Z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു Z ബാർ ഡിവൈഡഡ് ബൈ മോഡ് Z². ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് Z ബാർ? Z ബാർ നമുക്ക് എല്ലാവർക്കും അറിയാലോ, 3 minus 4i ഡിവൈഡഡ് ബൈ മോഡ് Z². മോഡ് Z നമ്മൾ സൈഡിൽ വെറുതെ മോഡ് Z ഒന്ന് എഴുതി വെച്ചാൽ മതി. ആദ്യം തന്നെ മോഡ് Z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് A² plus B² എന്നല്ലേ പഠിച്ചത്, അതായത് റൂട്ട് 25 എന്ന് കിട്ടും. അപ്പോൾ മോഡ് Z-ൻ്റെ സ്ക്വയർ എന്താ വരിക? യെസ്, 25 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് രണ്ട് ലൈനിൽ ആൻസർ കിട്ടും. ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിക്കേണ്ട രണ്ട് ആൻസറും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഒന്നെങ്കിൽ ഫോർമുല ഡയറക്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ?
ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്പർ ബി. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനുള്ള ചോദ്യത്തിൽ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. യെസ്, z ഇസ് ഈക്വൽ ടു 1 മൈനസ് 5i. ചോദ്യം എന്തായിരുന്നു? ഫൈൻഡ് z ഇൻവേഴ്സ്. ചോദ്യം നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്യാണ്. ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു വാട്ട്? z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ. ഓക്കെ, z ബാർ എന്താ നമുക്കറിയാലോ? കോൺജുഗേറ്റ് 1 മൈനസ് i 5iൻ്റെ കോൺജുഗേറ്റ് 1 പ്ലസ് 5i ഡിവൈഡഡ് ബൈ മോഡ് z. നമുക്ക് സൈഡിൽ എഴുതി വെക്കാം. മോഡ് z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ റൂട്ട് 26 ആണ്. പക്ഷേ മോഡ് z-ൻ്റെ സ്ക്വയർ ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ 26 എന്ന് എഴുതും. അതോടുകൂടി ആൻസർ കഴിഞ്ഞു. ഇതാണ് ഇൻവേഴ്സ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ. ഒരു എക്സാമ്പിളും കൂടെ എഴുതുന്നു. സി എക്സാമ്പിൾ അല്ല, പ്രോബ്ലമാണ്. യെസ്, z ഇസ് ഈക്വൽ ടു 2 പ്ലസ് റൂട്ട് 2i. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് ചോദ്യം. യെസ്, z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 മൈനസ് റൂട്ട് 2i. കോൺജുഗേറ്റ് എഴുതി. മോഡുലസ് എന്താണ്? മോഡുലസ് നമുക്ക് സൈഡിൽ എഴുതി നോക്കാം. മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2ൻ്റെ സ്ക്വയർ 4 റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്തായിരുന്നു? യെസ്, 2 റൂട്ട് 6 എന്ന് കിട്ടും അല്ലേ? റൂട്ട് 6. അപ്പോൾ ഇവിടെ മോഡ് z-ൻ്റെ സ്ക്വയർ എഴുതണം, 6 എന്ന് എഴുതണം. ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഡി. എ ബി സി ഡി. z ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് i. z ഇൻവേഴ്സ് ആണ് ചോദ്യം. ഓക്കെ, z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു വാട്ട്? ഇവിടെ നമ്മൾ ഫോർമുല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം z ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഡെഫിനിഷൻ എന്താണ്? z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ z എന്നല്ലേ പഠിച്ചത്. എന്നാൽ റെസിപ്രോക്കൽ എഴുതണം. ഇതിൻ്റെ റെസിപ്രോക്കൽ നേരിട്ട് എഴുതിക്കൂടെ? 1 പ്ലസ് i എന്ന് എഴുതി. അതോടുകൂടി ആൻസർ കഴിഞ്ഞു. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോർമുലാണ്, അതുകൊണ്ടൊന്നും ചെയ്യേണ്ട. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ z ഇൻവേഴ്സ് എഴുതുമ്പോൾ 1 ബൈ 1 പ്ലസ് 1 ബൈ 1 മൈനസ് വരും. അത് സ്റ്റാൻഡേർഡ് ഫോർമുല അല്ല. സ്റ്റാൻഡേർഡ് ഫോർമുല ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡയറക്റ്റ് ആൻസർ ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ 1 പ്ലസ് i തന്നെ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ 1 ബൈ 1 പ്ലസ് ഐൻ്റെ ഇൻവേഴ്സ് റെസിപ്രോക്കൽ എഴുതുമ്പോൾ ഡയറക്റ്റ് ആൻസർ ആയതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? ശരി, ഇനി ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ എഴുതുക. ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദി ഫോളോയിങ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ -1 പ്ലസ് 7i. അപ്പോൾ നിങ്ങൾ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുക. 3iൻ്റെ ഇൻവേഴ്സ് എഴുതി നോക്കുക. -2 1 ബൈ 1 പ്ലസ് 10i. ഇതിൻ്റെ ഇൻവേഴ്സ് നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ആൻസർ 1 പ്ലസ് 10i ആയിരിക്കും. -2ൻ്റെ ഇൻവേഴ്സ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ 4 നമ്പേഴ്സിൻ്റെയും ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ആൻസർ ഒരു നമ്പറും അതിൻ്റെ ഇൻവേഴ്സും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന ആൻസർ കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, 1 ബൈ 5ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 1 ബൈ 5ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 5 ആണ്. കാരണം ഇത് ചെയ്യുമ്പോഴാണ് ആൻസർ 1 വരിക. ഓക്കെ, -4ൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? യെസ്, 1 ബൈ -4 ആയിരിക്കും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് 1 കിട്ടിയില്ലേ? അങ്ങനെ ആലോചിക്കണം കേട്ടോ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ആലോചിക്കണം. പിന്നെ സാധാരണ ഫോർമുല z ബാർ ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് z ഇൻവേഴ്സ് ലഭിക്കും. ഓക്കെ, കൃത്യമായിട്ട് ഈ ചോദ്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുക. ഇന്ന് തന്നെ പഠിക്കുക. വളരെ സിമ്പിളായ 2 കോൺസെപ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പറും. ഓക്കെ, നോട്ട്ബുക്കിലേക്ക് എഴുതുന്നു, പഠിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു വൺ ആൻഡ് ഓൾ.